അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനിക്കാത്തവരായിട്ട് ആ പരിസരത്ത് ആരാ ഉള്ളതെന്നാണ് ഇപ്പോൾ സംശയം. തന്ത്രിയെ വിശ്വസിപ്പിച്ചു, പലയിടങ്ങളിലും കൊണ്ടുപോയി പൂജ നടത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അവിടുത്തെ ദേവസ്വം കമ്മീഷണറെ വിശ്വസിപ്പിച്ചു, അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിശ്വസിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇനി ഇതിന് മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥർ, ഒന്ന് തിരുവാഭരണം കമ്മീഷൻ, അവിടുത്തെ മുഴുവൻ പ്രോപ്പർട്ടിയുടെയും ചുമതലയുള്ളയാളാണ്, അത് KS ബൈജു ആണ്. ആ KS ബൈജു UDFിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ DDF എന്ന സംഘടനയുടെ ഒരു ഭാരവാഹിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു പെൻഷൻ സംഘടനയുടെ ഒരു സഹായി കൂടിയായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് KS ബൈജു. ഈ ജയശ്രീയും UDF അനുകൂല സംഘടനയിലെ ഒരു കക്ഷിയായിരുന്നു. മുരാരി ബാബു പിന്നീട് അന്ന് കോൺഗ്രസിൻ്റെ കാലത്ത് പ്രസിഡന്റായ ഭാസ്കരൻ നായരുടെ ഗൺമാനായിട്ട് വന്നയാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾ പിന്നീട് CPM സഹയാത്രികനായി. സുധീഷ് കുമാർ കറകളഞ്ഞ CPM സഹയാത്രികനാണ്. N വാസുവും സഹയാത്രികനാണ്. അപ്പോൾ ചുരുക്കത്തിൽ പാർട്ടി ഭേദമന്യേ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെ എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലല്ല ഇപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ദേവസ്വം കമ്മീഷണർ എന്ന നിലയിലാണ്. ദേവസ്വം കമ്മീഷണർ എന്ന നിലയിലാണ് ഗുരുതരമായി വീഴ്ച വരുത്തിയത്. എക്സിക്യൂട്ടീവ് ഓഫീസ് നൽകിയ കത്ത് തിരുത്തി സ്വർണ്ണപാളി എന്നുള്ളത് മാറ്റി ചെമ്പുപാളിയാക്കി മാറ്റി എന്നുള്ളതാണ് N വാസുവിൻ്റെ പേരിലുള്ള കുറ്റം. അതുകൊണ്ട് N വാസുവിൻ്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ SIT നടത്തിയ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഈ N വാസുവിനെ സംരക്ഷിക്കുന്നു എന്നുള്ള വാദം ഇവിടെ ഇല്ലാതാവുന്നു. പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് അരവാക്കുപോലും ഈ ഒരാളെയും സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. ഈ നിമിഷം വരെയും മറ്റാരിലേക്കും പോകുന്ന തെളിവുകൾ നമ്മുടെ മുന്നിലില്ല.